എമ്പുരാൻ സിനിമയ്ക്കെതിരെ വീണ്ടും RSS മുഖപത്രമായ ഓർഗനൈസർ. വിവാദങ്ങൾക്കിടെ 27 കട്ടുകൾ സംഭവിച്ച റീഎഡിറ്റ് ശേഷവും ചിത്രത്തിൽ ദേശവിരുദ്ധവും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധവുമായ ഭാഗങ്ങളുണ്ടെന്നാണ് ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിൽ പറയുന്നത്. ചിത്രത്തിലേത് ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങളാണ്. സിനിമയിലെ സീനുകൾ ചിത്രീകരിച്ച സ്ഥലങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പോലും ദുരൂഹതയുണ്ടെന്നും ഇത്തരം വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് ചിന്തിക്കണമെന്നുമാണ് ലേഖകൻ പറയുന്നത്. ക്രിസ്തു മതത്തിനെതിരായതുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ദൈവപുത്രൻ തെറ്റു ചെയ്താൽ ചെകുത്താനെയല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗാണ് ഇന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ക്രിസ്തു മത വിശ്വാസപ്രകാരം ദൈവപുത്രൻ എന്നാൽ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു എന്തു തെറ്റാണ് ചെയ്തതെന്നും ദൈവം അയച്ചെന്ന് പറയുന്ന കറുത്ത മാലാഖ ആരാണെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. ചെകുത്താനായ ലൂസിഫറിനെ ഉയർപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നുവെന്നും അതിന്റെ ലക്ഷ്യം ദൈവപുത്രനെ നേരിടുക എന്നതാണെന്നും തകർന്ന ഒരു പള്ളിക്ക് മുന്നിൽ നിന്ന് പറയുന്നതിനെയും ലേഖനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേസമയം ഖുർആനെയോ അള്ളാഹുവിനെയോ പ്രവാചകനെയോ കുറിച്ച് ഇത്തരം പരാമർശങ്ങളൊന്നും നടത്താൻ സിനിമ ധൈര്യപ്പെട്ടിട്ടില്ല എന്നും ലേഖനത്തിൽ പറയുന്നു. മാധ്യമം ആദ്യം പ്രസിദ്ധീകരിച്ച നിരവധി ലേഖനങ്ങളിൽ പൃഥ്വിരാജിനെയായിരുന്നു ഉന്നം വെച്ചിരുന്നതെങ്കിൽ പുതിയ ലേഖനത്തിൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയെയാണ് കടന്നാക്രമിക്കുന്നത്. മുരളി ഗോപി അരാജകത്വം പടർത്തുന്നു എന്നാണ് ലേഖനത്തിലെ ആരോപണം. രാജ്യത്തെ ഭരണകൂടത്തെയും നിയമസംഹിതയും വെല്ലുവിളിക്കുന്ന വ്യക്തിയാണ് മുരളി ഗോപി. കേരള യുവത്വം മയക്കുമരുന്നിന്റെയും അരാജക സിനിമയുടെയും പിടിയിലാണെന്നും മുരളി ഗോപി പൃഥ്വിരാജ് കൂട്ടുകെട്ടിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും ലേഖകൻ ആവശ്യപ്പെടുന്നു. ദേശവിരുദ്ധതയ്ക്ക് വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ലേഖനത്തിലുണ്ട്. യുവ എഴുത്തുകാരനും RSS ചിന്തകനുമായ വിഷ്ണു അരവിന്ദിന്റേതാണ് ലേഖനം.